ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരുടെയും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ലതായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവരും സേഫായിട്ട് ഭവനങ്ങളിൽ ഇരിക്കുക. ദൈവം എല്ലാവരെയും സൂക്ഷിക്കും. ഓക്കെ, നമുക്കിന്ന് പകൽക്കാലവും പുതിയൊരു പാഠവും പഠിക്കാം. ഇന്നത്തെ സൺഡേ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ദിവസമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ പഠിക്കുവാനായി വീണ്ടും ദിവസങ്ങളിൽ അടുത്ത് വരാൻ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വിവരങ്ങളിൽ സമർപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലാക്കി എൻ്റെ ദൈവം തീർക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരുമാറാകണം. പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും വിവരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും പഠിപ്പിക്കുവാൻ ഇവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. സകല മാനമഹത്വം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞോ? ആമേൻ പറഞ്ഞല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? നമ്മൾ ഉപമകളാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം ഇന്ന് നമുക്കൊരു ഉപമ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപമ രണ്ട് മക്കളെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? രണ്ട് മക്കൾ. ഒരപ്പൻ്റെ രണ്ട് മക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഉപമ. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച പഠിച്ച മനപ്പാഠവാക്യമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടോ? എല്ലാവരും പഠിച്ചായിരുന്നോ? ബൈബിൾ പോർഷൻ തന്നായിരുന്നു, അതെല്ലാവരും വായിച്ചോ? സത്യസന്ധമായിട്ട് എല്ലാവരും പറഞ്ഞേ, വായിച്ചോ ഇല്ലയോ എന്ന്? കുറേ പേരൊക്കെ വായിച്ചെന്ന് പറഞ്ഞു. വായിക്കാത്തവര് മറക്കാതെ വായിക്കണം. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ബുക്കൊക്കെ എടുത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ, ബൈബിൾ പോർഷൻ മത്തായി 21 അധ്യായം അതിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ ബൈബിൾ പോർഷൻ ഏതാണെന്നറിയാമോ? മത്തായിയുടെ പുസ്തകം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നമുക്കതൊന്ന് വായിക്കാം ആദ്യം. ഓക്കെ, ഇന്ന് ആരെക്കുറിച്ച് പഠിക്കാൻ പോകുന്നേ? ഒരപ്പൻ്റെ രണ്ട് മക്കളെ കുറിച്ച്. എന്തുവാ, നമുക്ക് ആദ്യം വായിക്കാമേ. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരപ്പൻ വന്നിട്ട് 2 പുത്രന്മാരുള്ള ഒരു അപ്പൻ ആദ്യം വന്ന് ഒന്നാമത്തെ മകനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ആ മകന്റെ റിപ്ലൈ എന്താന്ന് നോക്കാം. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവന്റെ പെട്ടെന്നുള്ള ആൻസർ എന്തുവായിരുന്നു? എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ പപ്പായും മമ്മിയും ഒക്കെ നമ്മളോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയി, കൊറോണയൊക്കെ വന്ന് നമ്മൾ വീടുകളിലൊക്കെ ഒരു 1.5 വർഷത്തോളമായി നമ്മളിങ്ങനെ വീടുകളിൽ തന്നെ ഇരിക്കും ഇല്ലേ. അപ്പോൾ പപ്പായും മമ്മിയും ഒക്കെ എന്ത് ചെയ്യും, നമ്മളോട് ഓരോ ജോലികൾ ചെയ്യാൻ പറയും. അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വാ, അല്ലെ ആ ജോലി ചെയ്യ്, ഈ ജോലി ചെയ്യ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കാറുണ്ടോ? അതോ ഇതുപോലെ പറയുമോ, മനസ്സില്ല എന്ന് പറയുമോ? അല്ല ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമോ? കുറേ പേരൊക്കെ പെട്ടെന്ന് പറയുന്നു, ഇല്ല ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ. നമ്മൾ പേരൻസ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അന്നേരം തന്നെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മൾ യേശുപ്പച്ചൻ്റെ നല്ല കുട്ടികളാകത്തുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് എന്നതിൻ്റെ ബാക്കി പോർഷനോടെ വായിക്കാം. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? നിങ്ങൾക്ക് പറയാവോ? ഒന്നാമത്തെ മകനോട് ചെന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ മകൻ എന്തു പറഞ്ഞു? എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ അപ്പനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് എന്ത് ചെയ്തു? ആ മകൻ വളരെയധികം പ്രയാസപ്പെട്ടു, വേദനപ്പെട്ടല്ലേ. അനുതാപം ഉണ്ടായെന്ന് വെച്ചാൽ എന്തുവാ? താൻ പറഞ്ഞത് തെറ്റായി പോയി എന്നുള്ള ഒരു ചിന്ത തന്നിൽ വരാൻ തുടങ്ങി ഇല്ലയോ. അങ്ങനെ അനുദപിച്ചിട്ട് എന്ത് ചെയ്തു? പിന്നെ പോയില്ല, എനിക്ക് എൻ്റെ പപ്പായോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത തന്നിൽ വന്നിട്ട് താൻ എന്ത് ചെയ്തു? പിന്നെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തല്ലേ. രണ്ടാമത്തെ മകൻ്റെ അടുത്ത് വന്ന് അതുപോലെ തന്നെ പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു. അന്നേരം രണ്ടാമത്തെ മകൻ എന്തോ പറഞ്ഞു? ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞു. അവൻ മനസ്സില്ലാന്നൊന്നും പറഞ്ഞില്ല. അവൻ എന്തു പറഞ്ഞു? ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോയോ? ഇല്ല. ഇതിൽ ഏത് മകനാ അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് മകനാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തതെന്ന്? ഒന്നാമത്തെ മകനാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തല്ലേ. മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നത്തേതിൽ എന്ത് ചെയ്തു? തനിക്കൊരു അനുതാപം ഉണ്ടായി. താൻ പറഞ്ഞത് തെറ്റായി പോയെന്നുള്ളൊരു ചിന്ത തന്നിൽ
വന്നിട്ട് അവൻ പെട്ടെന്ന് എണീറ്റ് പോയി തൻ്റെ വേല ചെയ്തു. പക്ഷെ രണ്ടാമത്തെ മകൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് എന്ത് ചെയ്ത് കാണും? അത് വിശ്വസിച്ച് കാണും അല്ലേ? അത് വിശ്വസിച്ചിട്ടായിരിക്കും ആ അപ്പം പോയി. എൻ്റെ രണ്ടാമത്തെ മകൻ പോയി ജോലി ചെയ്യുമല്ലോ എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ അപ്പം പോയി. പക്ഷെ ഈ മകൻ പോയോ? ഇല്ല. അപ്പം അപ്പൻ്റെ ഇഷ്ടം ചെയ്ത മകൻ രണ്ടാമത്തെ മകനാണോ? അല്ല, ഒന്നാമത്തെ മകനാണ് ഇവിടെ അപ്പൻ്റെ ഇഷ്ടം ചെയ്തതല്ലേ? ഇതുപോലെ നമ്മുടെ പേരൻസ് അല്ല, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും മുതിർന്നവരൊക്കെ നമ്മളോട് എന്തെങ്കിലും അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറയുമ്പം എന്ത് ചെയ്യും? ചിലർ ഭയങ്കര മടിയായിരിക്കും അല്ലേ? ഇപ്പോൾ ചെയ്യണോ, പിന്നെ ചെയ്താൽ പോരെ, 100 എക്സ്ക്യൂസസാണ് നമുക്കല്ലേ. പിന്നെ ചെയ്യാം, ഞാനിപ്പോൾ വേറൊരു കാര്യം ചെയ്യുക, അങ്ങനെയൊക്കെയാണോ റിപ്ലൈ കൊടുക്കണ്ടേ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേരൻസൊക്കെ നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് അവരുടെ മക്കളോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യാം അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് രണ്ടാമത്തെ മകൻ കാണിച്ച വേലയാണോ ചെയ്യണ്ടേ? അല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആത്മാർത്ഥതയോടെ പോയി ചെയ്യണം. ഇനി ആരെങ്കിലും പല കാര്യങ്ങളും ഇനിയും ഇപ്പം ചെയ്യുന്നില്ല പിന്നെ ചെയ്യാന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നാലും പിന്നെ ഒന്നാമത്തെ മകൻ ചെയ്ത പോലെ ഒരു അനുതാപം ഉണ്ടാവണം. എന്നാൽ മാത്രമേ യേശോപ്പച്ചൻ്റെ നല്ല പൈതൽ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അയ്യോ, പപ്പയോട് അങ്ങനെ പറയണ്ടായിരുന്നു, പപ്പായ്ക്ക് വയ്യാത്തോണ്ടല്ലേ എന്നോട് പറഞ്ഞേ, അല്ലെ മമ്മിക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ എന്നോട് പറഞ്ഞെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരണം. അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ പോയി എൻ്റെ മമ്മിയെ സഹായിക്കും. ഇപ്പം എൻ്റെ മമ്മിക്ക് ഒരു ഗ്ലാസ് എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തു കൊടുക്കാൻ മമ്മിക്ക് പെട്ടെന്ന് കുനിയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളോട് പറയുന്നു കുനിഞ്ഞെടുത്തതാന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മമ്മിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ വേദനിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെന്നിട്ട് പറയണം, മമ്മി ഞാൻ എന്തോ ചെയ്യണ്ടേ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? നമ്മൾ നല്ല പ്രവൃത്തികൾ, നല്ല ജോലി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ നമ്മൾ യേശോപ്പച്ചൻ്റെ നല്ല പൈതങ്ങളായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അല്ലാതെ രണ്ടാമത്തെ മകൻ ചെയ്തപോലുള്ള പ്രവൃത്തി ചെയ്താൽ നമ്മൾ ഒരിക്കലും ഗുഡ് ലിസ്റ്റിൽ വരുമോ? വരത്തില്ല അല്ലേ? അതിൻ്റെ അടുത്ത പോർഷൻസിൽ പറയുന്നുണ്ട്, ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ അല്ലേ? യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ അടുത്ത പോർഷനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കൂ എന്ന് പറയാനുള്ളതിൻ്റെ കാരണം അതിൻ്റെ അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചില്ലേ? അവർ പാപികളാന്ന് മറ്റുള്ളവർ എന്ത് യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ ഇരുന്നില്ല. നല്ല ഇതാന്ന് പറഞ്ഞു, മീൻസ് അവർ നല്ല ഇത് മാത്രം ചിന്തിക്കുന്നവരാ, നല്ലത് മാത്രം ചെയ്യുന്നവരാന്നുള്ള ഇതിൽ യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിക്കാതെ ഇരുന്നു. അവർ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും എന്ത് ചെയ്തു? അവർ പെട്ടെന്നത് വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കണ്ടിട്ടും അവർ വിശ്വസിക്കുന്നു എന്ന് കണ്ടിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്തില്ല? അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചുമില്ല എന്ന് പറയുവാനിടയായി. അതുകൊണ്ടാണ് അതിൻ്റെ മേളത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അതായത് ഒരു പാപി മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് വന്നാൽ പോലും, അനുദപിച്ച് വന്നാൽ പോലും എന്ത് ചെയ്യുന്നില്ല? വിശ്വാസികളെന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നില്ല? പെട്ടെന്ന് ഒരു കാര്യത്തിൽ അനുദപിക്കുന്നില്ല. പിന്നത്തേതിൽ അതിൻ്റെ അകത്തൊരു ഒരു കുറ്റബോധം വരുന്നില്ല അല്ലേ? അവർ ചെയ്ത പ്രവൃത്തിയാണ് നല്ലതെന്നുള്ളത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ കുഞ്ഞു പിള്ളേരാണ്, കൊച്ചു കുട്ടികളാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും എന്ത് ചെയ്യരുത്? നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. ഏതെങ്കിലും ഒരു സമയത്ത് അതിലൊരു വീഴ്ച വന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനുദപിക്കണം. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ, ഞാനത് ചെയ്തത് തെറ്റായിപ്പോയി, ശരിയായില്ല, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളിൽ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിൽ അനുതാപം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ, ഇവരുടെ പേരൻസ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഒരു അനുതാപ ഹൃദയം നമ്മളിൽ വന്നാൽ യേശോപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും? ക്ഷമിക്കും. നമ്മൾ അനുദപിക്കാതിരുന്നു കഴിഞ്ഞാൽ യേശോപ്പച്ചൻ നമ്മളോട് ക്ഷമിക്കുമോ? ഇല്ല. നമ്മളൊരു അനുതാപ ഹൃദയത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെ ആകുന്നുവെങ്കിൽ യേശോപ്പച്ചൻ നമ്മുടെ തെറ്റുകളെ നമ്മളോട് ക്ഷമിക്കും. എന്നും ഈ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയാണോ? അല്ല. ഒരിക്കൽ നമുക്കൊരു തെറ്റ് പറ്റി, 1-2 തവണ പറ്റി, സെയിം തെറ്റുകൾ പിന്നെ റിപ്പീറ്റ് ചെയ്താലോ? അതും നല്ല പ്രവൃത്തി അല്ല. അപ്പം നമ്മൾ യേശോപ്പച്ചൻ്റെ നല്ല പൈതങ്ങളായി തീരുവാൻ യേശോപ്പച്ചൻ നമ്മളെ ഓരോ ദിവസവും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശോപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല പൈതങ്ങളായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സൺഡേ സ്കൂള് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിൽ നല്ലൊരു ബൈബിൾ പോർഷനിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനുതാപമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ, പേരൻസിനെയൊക്കെ ബഹുമാനിച്ച് റെസ്പെക്റ്റ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അനുസരണയോടെ വളരുവാൻ, യേശുപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല പൈതങ്ങളായി തീരുവാൻ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണം. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. സകലമാനവും മഹത്വം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ.